മങ്കൂസ് മൗലിദ് ഓതുമ്പോ ചില വരികൾ കാണും. എന്താണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായത്തിന് തേടി. മുഹമ്മദ് നബിയോട് സഹായത്തിന് തേടി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായം തേടി എന്നൊക്കെ കാണാം. അതിന്റെ കാരണം എന്ത്? ആ നബിന്റെ പവർ മനസ്സിലാക്കാത്ത, നബിന്റെ സ്ഥാനം മനസ്സിലാക്കാത്ത ഒരു നബിയും ഈ ലോകത്ത് വന്നിട്ടില്ല. ഇത് പറയുന്നത് ഞാനല്ല, യജമാനായ റബ്ബാണ്, പരിശുദ്ധമായ ഖുർആനിലാണ്. ആ റബ്ബ് ചെയ്ത അഗ്രിമെന്റിന്, ആ കരാറിന് ഒപ്പിടാത്ത ഒരു നബിയും ഈ ലോകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എഴുതിയത് കാണാം. മാ ബഅസല്ലാഹു നബിയ്യൻ മിനൽ അംബിയാഇ, ലോകത്ത് ഒരു നബിയും അല്ലാഹു അയച്ചിട്ടില്ല, ഇല്ലാ അഖദ അലൈഹിൽ മീസാഖ്, അവരുടെ മേലെ കരാർ നടത്തിയിട്ടല്ലാതെ ഒരു നബിയും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ലഇൻ ബഅസ മുഹമ്മദൻ വഹുവ ഹയ്യുൻ ലയുമിനന്ന ബിഹി വലയൻസുറുന്ന. മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കണം, ആ മുഹമ്മദ് നബിക്ക് വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കണമെന്ന് കരാർ നടത്താതെ, കരാറിനെ ഒപ്പിടാതെ ഈ ലോകത്ത് ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചില ഉദാഹരണങ്ങൾ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്, അല്ലാഹുവിനോട് സംസാരിച്ച നബിയാണ്. കരീമുല്ലാഹ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഇസ്രാഈലിന്റെയും മിഅ്റാജ് നടന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോൾ റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി, ഖബറിൽ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല മിഅ്റാജിന്റെ ആ സമയം ആകാശത്തിന് നോക്കുമ്പോ അവിടെയും കാണുന്നുണ്ട്. നിസ്കാരം 50 വക്തായി നമുക്ക് അല്ലാഹു തആല ആദ്യം ഏൽപ്പിച്ചപ്പോ അത് 5ആയി ചുരുങ്ങി കിട്ടാൻ കാരണക്കാരൻ ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അങ്ങനെ ഒരുപാട് ബഹുമാനമുള്ള മഹത്വമുള്ള ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാൽ ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം മദിയനിൽ നിന്ന് തന്റെ ഭാര്യയെയും കുടുംബത്തിനെയും കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു സംഭവമുണ്ട്. രാത്രി സമയം ഭാര്യയെയും കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു സന്ദർഭമുണ്ട്. അത് പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നു. വഹൽ അതാക ഹദീഥു മൂസാ ഇദ് റആ നാറൻ ഫഖാല ലിഅഹ്ലിഹിം ഖുദൂ ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതികും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദാ ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം
ഭാര്യയെ കൂട്ടിക്കൊണ്ട് പാതിരാ സമയത്ത് യാത്ര ചെയ്യുമ്പോ ഇന്നത്തതുപോലെയുള്ള വെളിച്ചമില്ലാത്ത കാലമാണ്, കറണ്ടിന്റെ പ്രകാശമില്ലാത്ത അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത കാലമാണ്. ആ സമയം മൂസാ നബി തന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ട് പാതിരാ സമയത്ത് വരുന്നു. വന്ന സമയം രാത്രി സമയത്ത് മഹാനവറുകൾക്ക് വഴി തെറ്റിപ്പോയി, പോകാനുള്ള വഴി തിരിച്ചറിയുന്നില്ല. ആ സംഭവമാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. വഹൽ അതാക ഹദീഥു മൂസ, ഓ നബിയേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം തങ്ങൾക്ക് വന്നിട്ടില്ലയോ? വഹൽ അതാക ഹദീഥു മൂസ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വർത്തമാനം അങ്ങേക്ക് വന്നിട്ടില്ലയോ? ഇദ് റആ നാറാ, എന്താണ് സംഭവം? പാതിരാ സമയത്ത് ഭാര്യനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ വഴി തെറ്റിയ സമയത്ത് അതാ ദൂരെ നിന്നൊരു വെളിച്ചം കാണുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വെളിച്ചം കാണുന്നു. അങ്ങനെ വെളിച്ചം കണ്ടപ്പോൾ തന്റെ ഭാര്യയോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ആ കുടുംബത്തോട് പറയാണ്, നിങ്ങൾ ഇവിടെ താമസിക്കൂ, നിങ്ങൾ ഇവിടെ, ഞാൻ ഒരു വെളിച്ചം കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയി വെളിച്ചമൊന്ന് കൊണ്ടുവരട്ടെ. അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും വഴി പറഞ്ഞു തരുന്ന ഏതെങ്കിലും ആളുണ്ടാകും, അതുകൊണ്ട് ഞാൻ അവിടെ പോയി വരട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് പോയി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പോയപ്പോൾ അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചവനെ വിളിക്കുകയാണ്, യാ മൂസാ ഇന്നി അന റബ്ബുക്, മൂസാ നബിയേ, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അല്ലാഹുവാണ് വിളിക്കുന്നത്, ഇന്നി അന റബ്ബുക്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അതുകൊണ്ട് മൂസാ നബിയെ, നിങ്ങളെ കാലിൽ ധരിച്ച ചെരിപ്പൊന്ന് അയച്ചു വെക്കണം മൂസാ. അല്ലാഹുവിനോട് സംസാരിക്കുന്ന ആ സമയത്ത് മൂസാ നബിയുടെ കാലിൽ ചെരിപ്പുണ്ടായിരുന്നു. ആ ചെരിപ്പ് അയച്ചു വെക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് ഓർഡർ ചെയ്യുന്നു, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധമായ ദുആ മണ്ണിലാണ്. ഇവിടെ വെച്ച് നിങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കുമ്പോ കാലിൽ ചെരുപ്പിടാൻ പറ്റില്ല, കാലിൽ ആ ചെരുപ്പ് അയച്ചു വെക്കണം മൂസാ. റബ്ബിന്റെ ഓർഡർ വന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെരുപ്പ് അയച്ചു വെക്കുന്നു. അല്ലാഹുവിനോട് മൂസാ നബി സംസാരിക്കുന്നു. ഞാനിത് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിൽ വെച്ച് പടച്ചവനോട് സംസാരിക്കുമ്പോ ആ മൂസാ നബിയുടെ കാലിൽ ചെരുപ്പ് ധരിക്കാനുള്ള പെർമിഷൻ പടച്ചവൻ കൊടുത്തില്ല, അത് അയച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവോട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. അല്ലേ, മിഹ്റാജിന്റെ രാത്രിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവോട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. ആ പോയതിനെ സംബന്ധിച്ചതാ മഹാന്മാർ പാടുന്നത് കാണാം. അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി അലദ് ഫജമീഉൽ ഖൽഖി തഹത ളിലാലിഹി ലദത്തൂരി മൂസാ നൂദി അഖ്ലഅ വഅഹ്മദു അൽ അർശി ലം യുദൻ ബിഖൽഇ
ജലാലിഹി. അലാ റഅസി ഹാദൽ കൗനി, ഈ പ്രപഞ്ചത്തിന്റെയും ഏറ്റവും മുകളിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അവിടെ നിന്ന് ഒന്നാം ആകാശവും രണ്ടാമത്തതും മൂന്നും നാലും അഞ്ചും ആറും ഏഴ് ആകാശങ്ങൾ വിട്ടുകടന്നു. അർശും കുർസിയും ലൗഹും ഖലമും എല്ലാം വിട്ടുകടന്ന് അങ്ങോട്ട് പോകുമ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പടച്ചവൻ പറഞ്ഞില്ല, ഓ നബിയേ, കാലിലുള്ള ചെരുപ്പ് അയച്ചു വെക്കണേ നബിയേ. ഈ ഒരു ഓർഡർ അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചവൻ പറഞ്ഞില്ല. അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി, ഈ പ്രപഞ്ചത്തിന്റെയും ഏറ്റവും മുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരിപ്പുള്ളത്. ഫജമീഉൽ ഖൽഖി തഹത ളിലാലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ താഴെയാണ് സർവ്വ വസ്തുക്കളും. ചെരുപ്പിന്റെ അടിയിലാണ്. ലദത്തൂരി മൂസാ നൂദിയ ഖലഉ അഹ്മദു അലൽ അർശി ലം യുദൻ ബിഖൽഇ നിആലിഹി. അല്ലാഹു ഏറ്റവും ബഹുമാനിച്ച, ഏറ്റവും മഹത്വം കൊടുത്ത അർശ് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പിന്റെ അടിയിലാണ്. ആ സമയത്ത് പോലും അല്ലാഹു പറഞ്ഞില്ല, മുഹമ്മദ് നബിയെ കാലിൽ ധരിച്ച ചെരുപ്പ് അയച്ചു വെക്കൂ. മൂസാ നബി ഭൂമിയിൽ വെച്ച് സംസാരിക്കുമ്പോ കാലിൽ ചെരുപ്പിടാനുള്ള പെർമിഷൻ റബ്ബ് കൊടുത്തില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശും കുർസിയും ലൗഹും ഖലമും എല്ലാം വിട്ടുകിടന്നുകൊണ്ട് അല്ലാഹുവിനോട് മുനാജാത്ത് നടത്താൻ പോകുമ്പോ ആ നബിയോട് പടച്ചവൻ പറഞ്ഞില്ല, മുഹമ്മദ് നബിയെ കാലിൽ ചെരുപ്പ് ധരിക്കരുത്, ആ ചെരുപ്പ് അയച്ചു വെക്കണം നബിയെ എന്ന് അല്ലാഹു പറഞ്ഞില്ല. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. വഇന്ന ഫള റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദു ഫയുരിബ അൻഹു നാതിഖും ബിഫമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന് പരിമിതിയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന് അതിർത്തിയില്ല. അതാണ് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത്രമാത്രം വലിയ ബഹുമാനം, മഹത്വം അല്ലാഹു നൽകിയ ആളാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മറ്റൊരു ഉദാഹരണം നോക്ക്. ഇതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനോട് ദുആക്കുകയാണ്, റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മൂസാ നബി പടച്ചവനോട് ദുആക്കുന്നു, റബ്ബി ശ്റഹ് ലീ സ്വദ്രി, അല്ലാഹ് എന്റെ ഹൃദയം നീ വിശാലപ്പെടുത്തി തരണേ അല്ലാഹ്. ഫിർഔനുമായി സംസാരിക്കാൻ, ഫിർഔന് ദഅവത്ത് നൽകാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്ന സമയത്ത് നടത്തിയ പ്രാർത്ഥനയാണ് റബ്ബി ശ്റഹ് ലീ സ്വദ്രി, അല്ലാഹ് എന്റെ ഹൃദയം നീ വിശാലപ്പെടുത്തി തരണേ അല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനോട് ദുആരക്കുകയാണ്. എന്നാൽ മൂസാ നബി അങ്ങോട്ട് ദുആരെന്ന് പടച്ചവനോട് അങ്ങോട്ട് ചോദിച്ചതാണെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പടച്ചവൻ പറഞ്ഞതോ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ദുആരക്കാതെ, പടച്ചവനോട് അങ്ങോട്ട് ചോദിക്കാതെ
അതാ റബ്ബ് ഇങ്ങോട്ട് പറയാണ് അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക. ഓ നബിയെ, അങ്ങയുടെ ഹൃദയം നാം വിശാലപ്പെടുത്തി തന്നിട്ടില്ലയോ? അതിവിശാലമാക്കി തന്നിട്ടില്ലയോ? സുബ്ഹാനല്ലാഹ്. മൂസാ നബി അങ്ങോട്ട് ദ്വാരക്കുകയാണ്, എന്റെ ഖൽബ്, എന്റെ ഹൃദയം വിശാലമാക്കി തരണേ അല്ലാഹ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതല്ല, പടച്ചവനോട് അങ്ങോട്ട് ചോദിക്കാതെ റബ്ബ് ഇങ്ങോട്ട് പറയാണ്, നിങ്ങളുടെ ഹൃദയം നാം വിശാലപ്പെടുത്തി തന്നിട്ടില്ലയോ നബിയെ? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം 4 വട്ടം ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 4 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 1-2 വയസ്സുണ്ടാകുന്ന സമയത്ത്, കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം പുറത്തെടുത്ത് ആ ഹൃദയത്തിലേക്ക് സംസം വെള്ളം ഒഴിച്ച് ആ ഹൃദയം വീണ്ടും അവിടെ ഫിറ്റ് ചെയ്തു. 2ാമത്തെ പ്രാവശ്യം 10ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 3ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുമ്പോൾ അവിടുത്തെ 40ാമത്തെ വയസ്സിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 4ാമത്തെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഈന്റെയും മിഅ്റാജിന്റെയും ആ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം ഓപ്പറേഷൻ നടത്തി ആ ഖൽബ് പുറത്തെടുത്തുകൊണ്ട് സംസം വെള്ളം ഒഴിച്ച് അത് അവിടെ വീണ്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സംസം വെള്ളം ഒഴിച്ചപ്പോ ചില ആളുകൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബ് പുറത്തെടുത്തുകൊണ്ട് സംസം വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചു എന്ന ചില വാക്കുകൾ ചില ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ പദപ്രയോഗം തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ അത് അഴുക്കുകളുള്ള ഹൃദയമല്ല, അത് കച്ചറകളോ മലിനങ്ങളുമായ വസ്തുക്കളുള്ള ഒരു ഹൃദയമായിരുന്നില്ല. 2ാമത് ആ ഹൃദയത്തിന് ശുദ്ധീകരിക്കാനുള്ള പവർ സംസം വെള്ളത്തിനില്ല. അല്ലാഹുവിന്റെ റസൂലിനാണ് സംസം വെള്ളത്തിനേക്കാൾ കൂടുതൽ പവർ ഉള്ളത്. അതുകൊണ്ടല്ലേ വഅഫ്ളലുൽ മിയാഇ മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസ്വാബിഇൻ നബിയിൽ മുത്തബഅ വയലീഹി മാഉ സംസമ ഫൽ കൗസരി ഫനീൽ മിസ്റാ ثم باقي الأنهري وأفضل المياه ماء قد نبع من بين أصابع النبي المتبع. വെള്ളത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത്, ഏറ്റവും പവറുള്ള വെള്ളം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലിലൂടെ ഉദ്ധരിച്ച വെള്ളമാണ്. നബിന്റെ ശരീരം തട്ടിയ വെള്ളത്തിനാണ് 1ാമത്തെ സ്ഥാനമുള്ളത്, സംസമിനല്ല. അതിനോട് തൊട്ട് താഴെയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് സംസം വെള്ളം. അപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ഖൽബിനാണ് ഏറ്റവും മഹത്വമുള്ളത്. ആ ഖൽബിനെ ശുദ്ധീകരിക്കാനുള്ള പവർ സംസമിനില്ല. അതുകൊണ്ട് തന്നെ സംസം വെള്ളം ഒഴിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം ക്ലീനാക്കി വൃത്തിയാക്കി എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ വൃത്തിയാക്കാൻ മാത്രം മടിക്കുകളുള്ളതല്ല. അത് അല്ലാഹു അവന്റെ സിറ്, ആ സിറായ ഏതോ അത്ഭുതങ്ങളാണ് അല്ലാഹു തആല അതിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ചില ആളുകൾ പ്രസംഗത്തിലൊക്കെ ചില പ്രാസംഗികന്മാർ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം സംസം വെള്ളം ഒഴിച്ച് ശുദ്ധീകരിച്ചു, വൃത്തിയാക്കി എന്നൊക്കെ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്.
മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സ്വഭാവത്തിന്റെ ഉടമയായ നിലക്കാണ് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളത്. വലിയ സൽസ്വഭാവത്തിന്റെ ഉടമയായ നിലക്കാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിച്ചാൽ ആ നബിയുടെ ജീവിതത്തിന്റെ സൗന്ദര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നബിയുടെ സൽസ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിനെ പഠിച്ചവൻ ഒരിക്കലും ലോകത്ത് ഭീകരവാദിയാവില്ല. ലോകത്ത് ഒരിക്കലും അവൻ തമ്മാടിയാവില്ല. ലോകത്ത് ഒരാളെയും കൊന്നൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പഠിച്ചവൻ മുന്നോട്ട് പോകില്ല. കാരണം അത്രമാത്രം നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഫാഖൻ നബിയ്യിന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി. മൗലായ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്രാമീണ നിവാസിയായ ഒരു അറാബിയായ മനുഷ്യൻ ആ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു അറാബിയായ മനുഷ്യൻ അവിടുന്ന് കടന്നു വരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, യാ മുഹമ്മദ് അഅ്തിനി ഫഇന്നക ലാ തുഅ്തിനി മിമ്മാലിക വലാ മിമ്മാലി അബീക്. മുഹമ്മദേ, എനിക്ക് കുറച്ച് പൈസ വേണം മുഹമ്മദേ, അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ തരണം. فإنك لا تعطيني من مالك ولا من مال أبيك. നീ എനിക്ക് പൈസ തരുന്നത് നിന്റെ സ്വന്തം പൈസയല്ല, നിന്റെ ബാപ്പാന്റെ പൈസയല്ല. അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള പണം എനിക്ക് തരണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ കൂടിയിരിക്കുന്ന സ്വഹാബത്ത് ചൂടായി. എന്തോ ഒരു ധിക്കാരത്തിന്റെ വാക്കാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് നബിയോട് ഈ മനുഷ്യൻ പറയുന്നത്. നിന്റെ ബാപ്പാന്റെ പൈസല്ലടാ എന്ന നിലയ്ക്ക് ധിക്കാരത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചൂടായ മനുഷ്യരെ തല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, അരുത് കേട്ടോ, അരുത്, ഒന്നും ചെയ്യില്ല, സാധുവിനെ അടിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യൻ എടുത്ത് പിടിച്ച് കുറച്ച് പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അഹ്സൻതു ഇലൈക്, മോനെ ഞാൻ നിനക്ക് ഗുണം ചെയ്തോ? നിനക്കിപ്പോൾ സമാധാനമായോ, തൃപ്തിയായോ? പൈസ കയ്യിൽ കിട്ടിയപ്പോൾ, ചോദിച്ച് പണം കിട്ടിയപ്പോഴും ആ വന്ന മനുഷ്യൻ പറയാനില്ല, ഇല്ല ഇല്ല, നീ എനിക്ക് ആവശ്യമുള്ളത് തന്നിട്ടില്ല, നീ ഒരു ഗുണവും എനിക്ക് ചെയ്തിട്ടില്ല. ഈ വാക്ക് രണ്ടാമത് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിന് ഹാരളകിപ്പോയി. ധീരന്മാരായ സ്വഹാബത്തിന്റെ മുന്നിലല്ലേ ഈ വാക്ക് പറയുന്നത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചൂടായപ്പോൾ സ്വഹാബത്ത് ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീച്ചുകൊണ്ട് ആ നിലക്ക് ധിക്കാരമായി സംസാരിച്ചു.
സമ്പാദിച്ച മനുഷ്യന്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൈകൊണ്ട് ഇശാറത്താക്കി പറയുന്നു, കുഫൂ, ഒന്നും ചെയ്യരുതേ, തല്ലരുതേ, ആക്രമിക്കരുതേ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിനോട് ധിക്കാരമായി സംസാരിച്ചു എന്ന് മാത്രമല്ല, പണം കൊടുത്ത് ഞാൻ നിനക്ക് ഗുണം ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴേക്ക് നീ ഒരു ഗുണവും ചെയ്തിട്ടില്ല മുഹമ്മദേ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ മനുഷ്യന് പോലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സഹാബത്തിനോട്, അദ്ദേഹത്തിന്റെ ശരീരം നിങ്ങൾ സ്പർശിക്കല്ലേ, അദ്ദേഹത്തിന് നിങ്ങൾ ഉപദ്രവിക്കരുതേ. എന്തൊരു സ്വഭാവമാണ്! അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പണം കൊടുത്തു. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വീണ്ടും പണം കൊടുത്തു. പണം കൊടുത്തുകൊണ്ട് ചോദിച്ചു, അറളീത, മോനെ ഇപ്പോൾ തൃപ്തിയായോ? ഇപ്പോൾ സമാധാനമായോ? അപ്പോൾ പറയുന്നില്ല, എനിക്ക് സമാധാനമായിട്ടില്ല. 2 വട്ടം പൈസ കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിന് തൃപ്തിയാകുന്നില്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ 3ാമതും അദ്ദേഹത്തിന് പണം കൊടുക്കുന്നു. വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പണം കൊടുത്തു, സ്വകാര്യമായി കൊടുത്തു. കൊടുത്തു ചോദിച്ചു, ഇപ്പൊ തൃപ്തിയായോ? ഇപ്പോൾ സമാധാനമായോ? അയാൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സമാധാനമായി, ഇപ്പോൾ എനിക്ക് തൃപ്തിയായി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മോനെ, എന്റെ മുന്നിൽ ഇപ്പോൾ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, എനിക്ക് സമാധാനമായി, തൃപ്തിയായി. ഈ വാക്ക് എന്റെ സ്വഹാബത്തിന്റെ മുന്നിൽ ഒന്ന് പറയുമോ? സുബ്ഹാനല്ലാഹ്. ഈ തൃപ്തിയായി എന്ന വാക്ക് എന്റെ മുന്നിൽ പറഞ്ഞതുപോലെ നേരത്തെ നിന്നോട് ചൂടായ സ്വഹാബത്തിന്റെ മുന്നിൽ ഒന്ന് പറയോ? എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബത്തിന്റെ മുന്നിൽ, അവരെ മുന്നിൽ പറയണമെന്ന് പറയുന്നത്, അതിന്റെ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നക ജിതനാ ഫസഅൽതനാ ഫഅതീനാ. നീ വന്ന് എന്റെ അടുത്ത് പൈസ ചോദിച്ചു, ഞാൻ നിനക്ക് പൈസ തന്നു. ഫഖുൽത മാ ഖുൽത, പറയേണ്ട ചില വാക്കുകൾ, നല്ലതല്ലാത്ത ചില വർത്തമാനങ്ങൾ നീ പറഞ്ഞു. പക്ഷേ വഫീ അൻഫുസിൽ മുസ്ലിമീന ശൈഉൻ മിൻ ദാലിക, മോനെ, നീ എന്നോട് നേരത്തെ ഒരല്പം മോശമായി സംസാരിച്ചപ്പോ എന്റെ സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ നിന്നോട് വെറുപ്പ് വന്നു പോയിട്ടുണ്ട്. നിന്നോട് ചെറിയൊരു വെറുപ്പ് അവരെ മനസ്സിൽ വന്നിട്ടുണ്ട്. ആ സ്വഹാബത്തിന് നിന്നോട് വെറുപ്പുണ്ടാകാൻ പാടില്ല, നിന്നോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ ഇന്നക റഊഫുർ റഹീം. ഇത് പരിശുദ്ധമായ ഖുർആൻ ലോകത്തുള്ള മുസ്ലിമീങ്ങളോട് ദുആരക്കാൻ പഠിപ്പിച്ചൊരു ദുആ. എന്താണ് അതിൽ പറയുന്നത്? റബ്ബന ഗ്ഫിർ ലനാ, പടച്ചവനെ നീ ഞങ്ങൾക്ക് മാഫാക്കണം, ഞങ്ങൾക്ക് ദോഷങ്ങളെല്ലാം പൊറുത്തരണം. ഞങ്ങൾക്ക് മാത്രം പോരാ, വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളെക്കാൾ മുമ്പ് ജീവിച്ചു പോയ മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളായി ജീവിച്ചു പോയ ആളുകളുണ്ട്. നമ്മുടെ ഉപ്പാപ്പമാരുണ്ട്, ഉമ്മാമ്മമാരുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ, അല്ലാഹ് ഞങ്ങളെ ഖൽബിൽ നീ ആക്കല്ല അല്ലാഹ്, ഗില്ലൻ ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളായ ആളുകൾ
ഉപദേശമോ നമ്മുടെ കൽബിൽ നൽകല്ല അല്ലാഹ്. ഇത് ദുആരക്കാൻ യജമാനനായ റബ്ബ് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവമോ ഒരാള് നന്നായി വളർന്നു പോകുമ്പോൾ അയാളോട് വെറുപ്പ്, അയാളോട് വൈരാഗ്യങ്ങൾ വരുന്നു. ചില്ലറ കാരണങ്ങളെ കൊണ്ട് മനുഷ്യന്മാരോട് വൈരാഗ്യം വെച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട്. ചിലപ്പോ തീരെ പരിചയമില്ലാത്ത ആളായിരിക്കും. പരിചയം പോലും ഇല്ലാത്ത ആളുകളോട് പേരിട്ട് അവരോട് വെറുപ്പ് വെക്കുന്ന, അവരോട് വിദ്വേഷം കാണിക്കുന്ന ആളുകൾ എത്രയുണ്ട്. സുബ്ഹാനല്ലാഹ്. അനാവശ്യമായി വെറുപ്പ് ചെറുക്കുക, അയൽവാസികളോട് വെറുപ്പ്, അല്ലെങ്കിൽ കൂട്ടുകാരോട് വെറുപ്പ്, ഇങ്ങനെ പലരോടും മനസ്സിൽ വിദ്വേഷം വൈരാഗ്യം വെച്ച് നടക്കുന്ന സ്വഭാവം അതൊരിക്കലും ഒരു മുസ്ലിമിനുണ്ടാകരുത്. അങ്ങനെ ഒരു മുസ്ലിമിനോട് വൈരാഗ്യം വെച്ച് നടക്കുന്നവനാണെങ്കിൽ, വിദ്വേഷം വെച്ച് നടക്കുന്നവനാണോ നീ, നിനക്ക് നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയില്ല. കാരണം ഖൽബിൽ ആ നിലക്ക് പകയുള്ള ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. ഇല്ലാമൻ അല്ലാഹ ബിഖൽബിൻ സലീം. സ്വർഗത്തിലേക്ക് വരുന്നത് ആരാണ് കേട്ടോ? സുരക്ഷിതമായ ഹൃദയം ആർക്കാണോ ഉള്ളത്? ഒരാളോടും വിദ്വേഷമില്ലാത്ത, ഒരു മനുഷ്യനോടും പകവെച്ച് നടക്കാത്ത ശുദ്ധമായ മനസ്സിന്റെ ഉടമ ആരാണോ അവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഒരു മുസ്ലിമിനോടും നമ്മൾ പകവെച്ച് നടക്കരുത്, വൈരാഗ്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അറാബിയോട് പറയുന്നു, മോനെ, നേരത്തെ നീ മോശമായി സംസാരിച്ചപ്പോ എന്റെ സ്വഹാബത്തിന് നിന്നോട് വെറുപ്പ് വന്നിട്ടുണ്ട്. അവരായി വെറുപ്പുമായിട്ട് നടക്കാൻ പാടില്ല, നിന്നോട് പകവെച്ച് നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ വാക്ക് എന്റെ സ്വഹാബത്തിന്റെ മുന്നിലൊന്ന് പറയുമോ? ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അതെ, ഞാൻ പറയാം. അവന് മുന്നിൽ പറയാം, നബിയേ. ഫലമ്മാ കാനൽ ഗദാതു, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ അറാബിയായ മനുഷ്യൻ സദസ്സിലേക്ക് കടന്നു വന്നു. സ്വഹാബത്തിരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വന്നു. വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീച്ചിരുന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന സ്വാഹിബകും ഹദാ കാന ജായിആ. ഇന്നലെ ഇവിടെ വന്ന് ഒരല്പം മോശമായി സംസാരിച്ച നിങ്ങളുടെ കൂട്ടുകാരൻ എന്നാ പറയുന്നത്. പദത്തിന്റെ ശൈലി നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇന്ന ഹാദ റജുൽ, ഈ മനുഷ്യൻ എന്നല്ല, ഇന്ന സ്വാഹിബകും ഹാദാ, നിങ്ങളെ കൂട്ടുകാരൻ എന്നാ പറയുന്നത്. നിങ്ങളെ ഈ കൂട്ടുകാരൻ ഇന്നലെ വല്ലാത്ത വിശന്നവനായിരുന്നു. ആ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരല്പം അങ്ങനെ സംസാരിച്ചു പോയതാ. ഫസഅമ അന്നഹു റളിയ, ഇപ്പോൾ അദ്ദേഹം അതെല്ലാം തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അകദാലിക, മോനെ, അങ്ങനെ തന്നെയല്ലേ? ആ വന്നാലോട് ചോദിക്കാണ്, കദാലിക, നീ തൃപ്തിപ്പെട്ടിട്ടുണ്ടല്ലോ മോനെ. ആ സമയത്ത് അറാബി പറയുന്നു, ഐനം, അതേ നബിയേ, ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഫജസാകല്ലാഹു അൻ അഹ്ലി വഅശീറത്തിൻ ഖൈറാ. അല്ലാഹു അങ്ങേക്കും കുടുംബത്തിനും അർഹമായ പ്രതിഫലം തരട്ടെ. ആ മനുഷ്യൻ ദ്വാരക്കാണ്. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ഒരു വാക്ക് പറയാൻ. എന്താണ് വാക്ക്? സ്വഹാബത്തിനോട് നബി പറഞ്ഞു, അലാ ഇന്ന മസലി വ മസലകും, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം, എന്റെയും നിങ്ങളുടെ ഉദാഹരണം ഏതുപോലെ? ഇന്നലെ അദ്ദേഹം എന്നോട് മോശമായി സംസാരിച്ചപ്പോ നിങ്ങൾ ചൂടായി അദ്ദേഹത്തിനെ തല്ലാൻ പോയില്ലേ? എന്നാൽ അങ്ങനെ ചൂടായ നിങ്ങളും എന്റെയും ഉദാഹരണം കമസലി റജുലിൻ കാനത് ലഹു നാഖത്തുൻ فشردت عليه فاتبعها الناس فلم يزيدها إلا نفورا. അത് ഏതുപോലെ അറിയോ?
ഒരു മനുഷ്യനെ പോലെയാണ്. അവൻ ഒരു ഒട്ടകം വളർത്തി. ആ ഒട്ടകിനെ ഓടിപ്പോയപ്പോ അതിനെ പിടിക്കാൻ വേണ്ടി ആളുകൾ പിന്നാലെ ഓടി. ആളുകളിങ്ങനെ പിന്നാലെ ഓടുമ്പോ ഒട്ടകം പിന്നെയും ഓടി. ഈ ആളുകളെ പേടിച്ചുകൊണ്ട് ഒട്ടകം പിന്നെയും ഓടി. ഇവർക്ക് കിട്ടുന്നില്ല. അവസാനം ആ ഒട്ടകത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അവരോട് പറയുന്ന വിളിച്ചുകൊണ്ട് ഖല്ലൂ ബൈനീ വബൈന നാഖതീ, ജനങ്ങളെ നിങ്ങൾ മാറി നിന്നോളൂ, നിങ്ങളെല്ലാവരും വിട്ടു നിന്നോളൂ, ആ ഒട്ടകത്തിനെ ഞാൻ വിളിക്കാം. അങ്ങനെ ആ ഒട്ടകത്തിനെ പോറ്റി വളർത്തിയ അതിന്റെ ഉടമസ്ഥൻ ഒരു വിളിയങ്ങ് വിളിച്ചപ്പോൾ ആ ഒട്ടകം അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നു. ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ. നിങ്ങളുടെ കയ്യിലേക്ക് എങ്കാലം തന്നിരുന്നുവെങ്കിൽ ഈ മനുഷ്യൻ കഴിച്ചു പോകുമായിരുന്നു. ഈ മനുഷ്യനെ നിങ്ങൾ തല്ലുമായിരുന്നു. ആ മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്, വലിയ പാഠമുണ്ട്. ചിലപ്പോ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ എന്തെങ്കിലും മോശമായി സംസാരിക്കുകയോ എന്തെങ്കിലും മോശമായി ചെയ്യുകയോ ചെയ്താൽ അവനോട് ഉടനെ ചൂടായി അവനോട് വെറുപ്പ് കാണിച്ചവനെ പുറത്താക്കല് വേണ്ടത്, അവനെ നന്നാക്കിയെടുക്കലാണ് വേണ്ടത്. അവനെ നന്നായി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടന കാണിക്കേണ്ടത്. അതാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവം, ആരോടും വെറുപ്പില്ലാത്ത സ്വഭാവമാണ്. ആരങ്ങോട്ട് ഉപദ്രവിച്ചാലും മാഫ് കൊടുക്കുന്ന സ്വഭാവമായിരുന്നു അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചത്. ഒരു തീവ്രവാദിയായിരുന്നില്ല, ഒരു ഭീകരവാദിയായിരുന്നില്ല, ഒരു ദ്വേഷക്കാരനായിരുന്നില്ല. വളരെ മയമായി സ്നേഹത്തോടെ പെരുമാറിയ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനസ് റളിയല്ലാഹു അൻഹു നടന്നിങ്ങനെ പോകും. അങ്ങനെ നടന്നു പോകുമ്പോ ഇതുപോലെ വേറൊരു അറാബിയായ ഒരാള് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ ഒരു നല്ലൊരു ഷാളുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ വന്ന് കഴുത്തിലുള്ള ഷാള് പിടിച്ചു ഒറ്റ വലി കോരിച്ചു. അതാണെങ്കിലും അതിന്റെ കര, അതിന്റെ സൈഡ് വളരെ കട്ടിയുള്ള ഒരു ഷാളായിരുന്നു. ആ ഷാള് പിടിച്ചു വലിച്ചപ്പോൾ അതിന്റെ ശക്തി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്ത് കീറിപ്പോയി. കഴുത്തിൽ നിന്ന് ചോര വരുന്നു. പെട്ടെന്ന് വന്ന് പിടിച്ചു വലിച്ചതാ. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെങ്ങാനും ചെയ്യും, നടന്നു പോകുമ്പോ ഷാൾ പിടിക്കണ്ട, ഒരു കമീസൊക്കെ പിടിച്ച് ഒന്ന് വലിച്ചാൽ എന്താവും? നമ്മുടെ സ്വഭാവം അല്ലേ, തീ പോലെ ചൂടാവും. എവിടെയെങ്കിലും അപ്രതീക്ഷിതമായി വണ്ടി മുട്ടിയാൽ തന്നെ നമ്മളെ കളാട്ടയും കുഴപ്പം നമുക്കറിയില്ലേ അല്ലേ? യാത്ര ചെയ്യുമ്പോൾ മറ്റൊരാളെ വണ്ടി അപ്രതീക്ഷിതമായി യാദൃശ്ചികമായി മുട്ടി. അപ്പൊ രണ്ട് കൂട്ടരും ഇറങ്ങി രണ്ടാളും തല്ലൂട് അല്ലേ? ഇത് നമ്മൾ സാധാരണ കാണുന്നത്. യാത്ര ചെയ്യുമ്പോൾ രണ്ട് വണ്ടിയുടെ ഡ്രൈവർമാർ ഇറങ്ങി തല്ലൂട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബിയുടെ കഴുത്തുള്ള ഷാള് പിടിച്ചു വലിച്ചപ്പോ കഴുത്ത് കീറി രക്തം വരുന്നു. കൂടെ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അല്ലാഹുവിന്റെ റസൂല് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ പിടിച്ചു വലിച്ച അറാബിനെ കാണുന്നു. അല്ലാഹുവിന്റെ റസൂല് ചൂടാകുന്നത് പോകട്ടെ, ആ അറാബിന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിക്കുന്നു. അയാൾ
ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്വഭാവമാണ് നിങ്ങൾ ആലോചിച്ചു. ഷാള് പിടിച്ചു വലിച്ച് രക്തം വരുന്നുണ്ടെങ്കിൽ പോലും ആ അറാബിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലാഹിൽ ലദീ ഇൻദക. മുഹമ്മദേ, നിന്റെ അടുത്ത് കുറെ പൈസ ഉണ്ടല്ലോ, ആ പൈസ എനിക്ക് തരാൻ വേണ്ടി പറ നിന്റെ ആളോട്. ഈ അറാബി വന്ന് പറയണേ. ഇന്നും ആ ചില സ്വഭാവം സൗദിയിലൊക്കെ കാണാം അല്ലേ? അവിടുത്തെ കുറെ കുട്ടികൾ പോകുന്ന സമയത്തൊക്കെ കല്ലേറും അതുപോലെ ചില ഉപദ്രവങ്ങളൊക്കെ ഇന്നും ആണ് അവിടെ. അപ്പൊ ഈ അറാബി വന്ന് പറയാണ്, മുഹമ്മദേ, നിന്റെ കയ്യിലുള്ള പണം തരണം. സുബ്ഹാനല്ലാഹ്, പിടിച്ചു വലിച്ച് കീറി കഴുത്ത് കീറിയതു പോകട്ടെ. എന്നിട്ട് മോശമായ നിലക്ക് പറയുന്നു, മുഹമ്മദേ, നിന്റെ കയ്യിലുള്ള പണം തരണം കേട്ടോ, അല്ലെങ്കിൽ പണം തരാൻ നിന്റെ ആളോട് പറയണം. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മനുഷ്യനോട് തിരിച്ചു ചോദിച്ചില്ല, എടാ എന്തിനാണടാ എന്റെ ഷാള് പിടിച്ച് വലിച്ചത്, എന്തിനാണടാ എന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊലിപ്പിച്ചത്? ആ ഒരു ചെറിയ വാക്ക് പോലും തിരിച്ചു ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അനസ് റളിയല്ലാഹു അൻഹുവോട് പറയുന്ന, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൈസ ഒന്ന് കൊടുത്തോളൂ. പിടിച്ചു വലിച്ച് രക്തം വരാൻ കാരണക്കാരനായ മനുഷ്യന് അല്ലാഹുവിന്റെ റസൂൽ പ്രതികാരം വീട്ടാതെ, ചോദ്യം ചെയ്യാതെ, ശകാരിക്കാതെ അങ്ങോട്ട് പണം കൊടുത്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഫഖൻ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി. എല്ലാ നബിമാരും ആ നബിമാരെക്കാൾ നബിമാരിൽ ഏറ്റവും മേലെയാണ് ഫീ ഖൽഖി വഫീ ഖുലുഖി. ശരീരത്തിന്റെ ഭംഗിയുടെ വിഷയത്തിലും സ്വഭാവത്തിന്റെ വിഷയത്തിലും എല്ലാ നബിമാരെക്കാൾ മേലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്ര നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇങ്ങനെ ലോകത്ത് മുസ്ലിമീങ്ങൾ ഭീകരവാദികളാവുക, ഇസ്ലാമിന് തീവ്രവാദമാകും, ഇസ്ലാമിന് ഭീകരവാദമാകും. ഇത്ര നല്ല സ്വഭാവത്തിന്റെ ഒരു നേതാവിന്റെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ. ആ അനുയായികൾക്ക് ഒരു കാലഘട്ടത്തും ഭീകരവാദിയാകാനോ തീവ്രവാദിയാകാനോ നിരപരാധികളെ കൊന്നെടുക്കാനോ കഴിയില്ല. ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാം പഠിച്ചവരല്ല, അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കിയവരല്ല അവർ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോ ഒരു മനുഷ്യൻ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിന്റെ മുന്നിൽ മൂത്രമൊഴിച്ചു. പള്ളിയിലാ മൂത്രമൊഴിച്ചു, മദീനത്തെ പള്ളിയിൽ. നബിയും സ്വഹാബത്തും അവിടെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ മൂത്രമൊഴിക്കുന്നത്. പള്ളിയിൽ മൂത്രമൊഴിക്കുന്നത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് യസീഹൂന ബിഹി മഹ്മഹ്, സ്വഹാബത്ത് അതാ അട്ടഹസിക്കാൻ തുടങ്ങി. അവസാനിപ്പിക്കുന്ന നിർത്തടാ എന്ന് മൂത്രമൊഴിക്കുന്ന ആളോട് അയാളെ പേടിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? ഞങ്ങളെ കാലത്ത് അയാളെ കുറിച്ച് ഏതിനും ഏതെങ്കിലും മുമ്പിലൂടി അല്ലേ? ഏതെങ്കിലും ഒരു കുട്ടി പള്ളിയിൽ മൂത്രമൊഴിച്ചാൽ തന്നെ നാട്ടിൽ കുഴപ്പവും കൊള്ളട്ടെ. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഏതൊരു പള്ളിയിൽ ഒരു കുഴപ്പത്തിന്റെ പ്രശ്നം കിട്ടി. പ്രശ്നം എന്താ? അയാളെ മോന് പള്ളിയിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്, ജമാഅത്തിന് വന്നപ്പോൾ. അതിന്റെ പേരിൽ നാട്ടിൽ രണ്ട് ഗ്രൂപ്പ്. ഈ കുട്ടി മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ഒരു കൂട്ടർ സപ്പോർട്ടും വേറൊരു കൂട്ടർ അതിനെതിരും. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ കുട്ടിയല്ല,
വലിയൊരു മനുഷ്യനാണ് മൂത്രമൊഴിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഒച്ചയിട്ടു. ആ സമയത്ത് അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ് ലാ തുസ്രിമൂ ദഊ. സ്വഹാബ, അദ്ദേഹത്തിനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തല്ലേ, തടസ്സമുണ്ടാക്കല്ലേ. തടസ്സമുണ്ടാക്കരുത്, പീഡിപ്പിക്കരുത്. അങ്ങനെ സ്വഹാബത്ത് മാറി നിന്നു. അള്ളാന്റെ റസൂൽ അപ്പോൾ സ്വീകരിക്കുന്നത് പറഞ്ഞത് അപ്പോൾ സ്വീകരിക്കുന്നവരാണല്ലോ സ്വഹാബത്ത്. അള്ളാന്റെ റസൂൽ പറഞ്ഞപ്പോ സ്വഹാബത്ത് മാറി നിന്നു. അങ്ങനെ അയാളെ മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോ റസൂൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യൻ അള്ളാന്റെ റസൂൽ അടുത്ത് വിളിച്ചു. എന്നിട്ട് നല്ലൊരു ഉപദേശം കൊടുത്തു. എന്താ ഉപദേശം? അദ്ദേഹത്തോട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്നൽ മസാജിദ ലാ തസ്ലഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വൽ ഖദർ ഇന്നമാ ഹിയ ലിദിക്രില്ലാഹ് വസ്സലാത്തി വഖിറാഅത്തിൽ ഖുർആൻ. മോനെ, ഇത് അള്ളാന്റെ പള്ളിയാണ്, ഇവിടെ മൂത്രമൊഴിക്കാൻ പറ്റൂല മോനെ. ഇത് നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇത് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമല്ല എന്ന നല്ലൊരു ഉപദേശം പറഞ്ഞു കൊടുത്തു. നീ എന്തെത്ര മൂത്രമൊഴിച്ചെന്ന് ചോദിച്ചില്ല, പേടിപ്പിച്ചില്ല, ഭീഷണിപ്പെടുത്തിയില്ല. അപ്പോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുയസ്സിരി. സ്വഹാബത്തെ, നിങ്ങളെ ഇവിടെ അയക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളോട് വളരെ മയമായി പെരുമാറാനാണ്, വളരെ സ്മൂത്തോടെ ജനങ്ങളോട് പെരുമാറാണ്. അതിനാണ് നിങ്ങൾ അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. വലം തുബഅതു മുഅസ്സിരീൻ. നിങ്ങൾ ഒരു കുഴപ്പക്കാരായോ അല്ലെങ്കിൽ കഷ്ടം പ്രയാസം ഉണ്ടാക്കുന്നവരായിട്ടല്ല അല്ലാഹു തആല നിങ്ങൾ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളോട് കർക്കശമായി പെരുമാറാൻ പാടില്ല, ജനങ്ങളോട് മോശമായി പെരുമാറാൻ പാടില്ല. സുബ്ബു അലൈഹി ദൽമൻ മിനൽ മാ. നിങ്ങൾ കൊണ്ടുവന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ആ മൂത്രം ഒഴിച്ച സ്ഥലത്തേക്ക് ഒഴിക്കൂ. ആരോടാ പറഞ്ഞത്? സ്വഹാബത്തിനോട്. ആ മൂത്രയിച്ച ആളോടല്ല. നോക്കുക, ഞങ്ങളങ്ങനെ എന്ത് ചെയ്യും? അവരെ കൊണ്ടുപോയി എടുക്കും അല്ലേ? എടുക്കേ ആരോട്? മൂത്രയിച്ച ആളോട്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ആ മൂത്രയിച്ച ആളോടല്ല. സുബ്ബു അലൈഹി ദൽവൻ മിനൽ മാ. സ്വഹാബത്തെ അവിടത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യൂ. ആ മൂത്രമൊഴിച്ച ആളെ തന്നെ പണിയെടുപ്പിച്ചില്ല. അപ്പൊ ഈ അറാബിയായ മനുഷ്യന് അവിടുന്ന് ഒരു ദുആ. എന്താണ് ദുആ? അല്ലാഹുമ്മ റഹംനി മുഹമ്മദ വലാ തർഹം മഅനാ അഹദാ. പടച്ചവനെ, നീ മുഹമ്മദ് നബിക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ കൂടെ ഇനി വേറെ ഒരാൾക്ക് റഹ്മത്ത് ചെയ്യരുതേ അല്ലാഹ്. കാരണം ഈ സ്വഹാബത്ത് പേടിപ്പിച്ചതേ ആളെ. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് എനിക്കും റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ഈ ഒരു ആർക്കും നീ റഹ്മത്ത് ചെയ്യാൻ പാടില്ല അല്ലാഹ്. ഇങ്ങനെ വേർന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഖദ് തഹദ്ദർത വാസിഅ. മോനെ, ഈ പ്രാർത്ഥന ശരിയായില്ല, ഇത് ശരിയായില്ല. ലഖദ് തഹദ്ദർത വാസിഅ. വിശാലമായ ഒരു സംഗതിയെ നീ കുറിസാക്കി കളഞ്ഞു. അല്ലാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്, അത് എല്ലാവർക്കും കിട്ടേണ്ടതാ. അതിനെ നീ കുറിസാക്കി കളഞ്ഞു. അങ്ങനെ വരക്കരുതേ. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവക്കാരനായിരുന്നു. ഒരാളോടും കർക്കശമായി പെരുമാറില്ല, ഒരാളോടും മോശമായി പെരുമാറില്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഇസ്ലാമിനെ ഭീകരമതമായും തീവ്രവാദത്തിന്റെ മതമായും കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കൊന്നെടുക്കാൻ തീരുമാനമെടുത്ത, പ്രതിജ്ഞയെടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു രാജാവുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേരാണ് തുമാമ ഇബ്നു ഖുസാൽ എന്ന് പറയുന്ന ആള്. അദ്ദേഹം പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ മുഹമ്മദിനെ കൊന്നെടുക്കാതെ വിടൂല, മുഹമ്മദിനെ ഞാൻ കൊല്ലാതെ വിടൂല എന്ന് തീരുമാനമെടുത്തുകൊണ്ട്
ഊരിപ്പിടിച്ച വാളുമായി ആ സുമാമത്ത് ബിൻ ഉസാൽ പരിശുദ്ധമായ മദീനയിലേക്ക് വരുന്നു. നല്ല മൂർച്ചയുള്ള വാളം കയ്യിൽ പിടിച്ചിട്ടാ വരുന്നത്. എവിടെയെങ്കിലും അല്ലാഹുവിന്റെ റസൂല് ഒറ്റക്ക് കിട്ടിയാൽ ആ റസൂലുള്ളാഹിനെ കൊന്നൊടുക്കാൻ വേണ്ടി മൂർച്ചയുള്ള വാളും പിടിച്ചിട്ടാ വരുന്നത്. ഒളിച്ചു നിന്നുകൊണ്ട് രാത്രി സമയത്തും എങ്ങനെ യാത്ര ചെയ്തിട്ടാണ് മദീനയിലേക്ക് അദ്ദേഹം വരുന്നത്. അങ്ങനെ മദീനയിലെത്തിയപ്പോ മദീനത്തിനെ ചുറ്റി നടക്കുന്ന കാവലിന് വേണ്ടി ചുറ്റി നടക്കുന്ന സ്വഹാബത്തുണ്ടായിരുന്നു. ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിനെ ആക്രമിക്കാൻ വേണ്ടി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് തേടി നടക്കുന്ന സ്വഹാബത്ത് മദീനത്തുണ്ടായിരുന്നു. അങ്ങനെ രാത്രി സമയത്ത് സ്വഹാബത്ത് ഇങ്ങനെ തേടി നടക്കുമ്പോൾ അതാ ഒരു അപരിചിതനായ മനുഷ്യൻ കയ്യിൽ വാൾ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു. സ്വഹാബത്ത് ആ മനുഷ്യനെ പോയി പിടിക്കുന്നു. രാത്രി സമയത്ത് ആ മനുഷ്യനെ പിടിച്ചു കെട്ടുന്നു. എന്നിട്ട് മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് പരിശുദ്ധമായ പള്ളിയുടെ തൂണിലേക്ക് ഈ മനുഷ്യനെ കെട്ടിയിടുന്നു. ഈ മനുഷ്യൻ ആരാണെന്ന് സ്വഹാബത്തിന് അറിയില്ല. പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. സുബഹി നിസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്ന് നോക്കുമ്പോ മദീനത്തെ പള്ളിയുടെ മുന്നിൽ ഒരാളെ കെട്ടിയിട്ടത് കാണുന്നു. അടുത്ത് പോയി നോക്കുമ്പോ ആരാണ് ഈ മനുഷ്യൻ? അല്ലാഹുവിന്റെ റസൂലിന് പരിചയം കിട്ടി. ഇത് തുമാമായ, എന്നെ കൊന്നെടുക്കാൻ പ്രതിജ്ഞയെടുത്ത തുമാമത്ത് ബിൻ ഉസാല. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നു, ഈ കെട്ടിയിട്ട ആളാരാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറയുന്നു, ഇല്ല നബിയേ, ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത് സുമാമത്ത് ബിൻ ഉസാലാണ്. എന്നെ കൊന്നൊടുക്കാൻ നീ മദീനയിലേക്ക് വന്നാളാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ അടുത്ത് പോയി ചോദിച്ചു, സുമാമ, എന്താണ് നിന്റെ വർത്തമാനം? സുമാമ പറഞ്ഞൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സുമാമ, ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? സുമാമ പറഞ്ഞു, ഇല്ല, ഞാൻ ഇസ്ലാം മതം അംഗീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് ആവശ്യമുള്ള കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും നിങ്ങൾ കൊടുക്കണം. അയാളെ ശരീരം തൊടാൻ പാടില്ല, അയാളെ ഉപദ്രവിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ആവശ്യമുള്ള വെള്ളവും എല്ലാം അവിടെ കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി. സ്വഹാബത്ത് കുടിക്കാൻ പാല് കൊടുത്തു. ആരിക്കാം? അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്ന മനുഷ്യന് ഭക്ഷണം കൊടുത്തു. രണ്ടാമത്തെ ദിവസമാകുന്നു, വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ വന്നു. സുമാമയോട് ചോദിച്ചു, എന്താ സുമാമ, വല്ല മാറ്റമുണ്ടോ? പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടോ? സുമാമ പറയുന്നു, ഇല്ല മുഹമ്മദേ, ഞാൻ കടന്നു വരൂല. പക്ഷേ നീ എങ്കാലും എനിക്ക് ഗുണം ചെയ്താൽ ഒരു നന്ദി ചെയ്യുന്ന, നന്ദി കാണിക്കുന്നവനായിരിക്കും നീ ഗുണം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് അന്നും പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പോയി. മൂന്നാമത്തെ ദിവസം വീണ്ടും വന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സുമാമ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടോ? സുമാമ പറഞ്ഞു, ഇല്ല. മൂന്നാമത്തെ ദിവസം പറഞ്ഞു, ഇല്ല മുഹമ്മദേ, ഞാൻ കടന്നു വരൂല്ല. സുബ്ഹാനല്ലാഹ്. തന്നെ കൊല്ലാൻ വേണ്ടി വന്ന ഏറ്റവും വലിയ ശത്രുവാണ്. ആ ശത്രു കയ്യിൽ കിട്ടിയിട്ട് പോലും അല്ലാഹുവിന്റെ റസൂല് ആ സുമാമന്റെ ശരീരത്തിന് ഒരു പോരൽ പോലും ചെയ്യാതെ, ഒരു ബുദ്ധിമുട്ടും ഒരു ഇടങ്ങേറും ഉണ്ടാക്കാതെ അവിടുന്ന് ഭക്ഷണം കൊടുത്തു, പാല് കൊടുത്തു.